പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ മൊഡ്യൂൾ 1 യൂണിറ്റ് 2 അപ്രോച്ചസ് ടു ദ സ്റ്റഡി ട്രഡീഷണൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ, കമ്പാരിറ്റീവ് ആൻഡ് എക്കോളജിക്കൽ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇതിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. 1 നോർമേറ്റീവ് അപ്രോച്ച് എന്നും 2 എംപിരിക്കൽ അപ്രോച്ച് എന്നും. നോർമേറ്റീവ് അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ ഭരണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിലാണ് അവർ ശ്രദ്ധിക്കുന്നത്. അതിന് എക്സാമ്പിൾ നോക്കിയാൽ അഴിമതിയൊന്നും പാടില്ല, അല്ലെങ്കിൽ നീതിയോടുകൂടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കണം, ന്യായമുണ്ടായിരിക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നോർമേറ്റീവ് അപ്രോച്ചിൽ വരുന്നത്. എന്നാൽ രണ്ടാമത് എംപിരിക്കൽ അപ്രോച്ചാണ്. അത് ഭരണം നിലവിൽ എങ്ങനെയാണ്, എങ്ങനെ നടക്കണമെന്നല്ല, ഇപ്പോൾ നിലവിൽ അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. ഒരു ഓഫീസിൽ ഫയൽസൊക്കെ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് എത്ര ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ നീക്കം ചെയ്യുന്നത്, ഒരു ഫയൽ എത്ര സമയം എടുത്തിട്ടാണ് ആ ടേബിളിൽ നിന്ന് നീങ്ങുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ എംപിരിക്കൽ അപ്രോച്ചിനകത്ത് ശ്രദ്ധിക്കുന്നത്. അടുത്തത് ട്രഡീഷണൽ അപ്രോച്ചാണ്. അതിനകത്ത് പ്രധാനമായിട്ടൊരു 5 പോയിന്റ് വരുന്നുണ്ട്. അതിലൊന്ന് ഫിലോസഫിക്കൽ അപ്രോച്ച്. ഇതാണ് ഏറ്റവും പഴക്കമുള്ള രീതി. ഭരണത്തിൻ്റെ ലക്ഷ്യത്തിനും മൂല്യത്തിനും ഒക്കെയാണ് അവിടെ വാല്യൂ നൽകുന്നത്. അവിടെ ഫയൽ എങ്ങനെ നീങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ഫയൽസ് ആണുള്ളത്, എത്രമാത്രം പണച്ചെലവുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല അവർ ശ്രദ്ധിക്കുന്നത്. പകരം ലക്ഷ്യം എന്താണ്, മൂല്യം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്. ഭരണം എങ്ങനെ ആയിരിക്കണം, ഭരണാധികാരികളുടെ ധർമ്മം എന്താണ്, ഒരു നല്ല ഭരണം എങ്ങനെ ആയിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അതാണ് അവിടെ വിലയിരുത്തുന്നത്. ഇതിന് എക്സാമ്പിളായിട്ട് ടെക്സ്റ്റ് തന്നെ തന്നിട്ടുള്ളത് മഹാഭാരതത്തിലെ ശാന്തിപർവം. അതിനകത്ത് ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ ഭരിക്കണം, രാജാവ് പാലിക്കേണ്ട ധർമ്മം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാറ്റോയുടെ റിപ്പബ്ലിക്, അതിനകത്ത് ഒരു നല്ല രാജ്യം എങ്ങനെയായിരിക്കണമെന്നും രാജാവ് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും വിശദീകരിക്കുന്നു. രണ്ടാമത്തേത് ലീഗൽ അപ്രോച്ചാണ്, നിയമപരമായിട്ടുള്ളത്. ഭരണത്തിനെ നിയമത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ കാണുന്നത്. സർക്കാർ സ്ഥാപനത്തിലെ ഘടന എങ്ങനെയാണ്, അധികാരങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ നിയമപരമായിട്ടാണ് ഇവർ നോക്കുന്നത്. നിയമപരമായിട്ട് നിശ്ചയിച്ചിരിക്കുന്ന ഈ പവറിനെ പറ്റിയിട്ടാണ് അവിടെ വിലയിരുത്തുന്നത്. അതിനൊരു എക്സാമ്പിൾ, ഒരു കളക്ടറിനെ എടുക്കുക. കളക്ടറിന് എന്തൊക്കെ അധികാരം ഉണ്ടെന്ന് നമ്മുടെ ഭരണഘടന വഴിയും നിയമപുസ്തകങ്ങൾ വഴിയും പഠിക്കുന്നുണ്ട്. ഇതിനെയാണ് ലീഗൽ അപ്രോച്ച് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്, ചരിത്രപരമായിട്ടുള്ളത്. ഭരണ സംവിധാനങ്ങളുടെ തുടക്കം അല്ലെങ്കിൽ ഉത്ഭവം, അതിൻ്റെ വളർച്ച, മുൻകാലത്തുണ്ടായിട്ടുള്ള വിജയങ്ങൾ, പരാജയങ്ങൾ, ഇവയെ പറ്റി പഠിക്കുന്നതാണ് ഈ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. അതിൻ്റെ എക്സാമ്പിൾ, ഇന്ത്യയിൽ ഇന്നത്തെ ഭരണരീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് കാലത്തുണ്ടായിരുന്ന ഭരണരീതിയുമായിട്ട് കമ്പയർ ചെയ്യുക. അതിൽ എന്തൊക്കെ വിജയങ്ങൾ സംഭവിച്ചു, എന്തൊക്കെ കാര്യങ്ങൾ നല്ലതായിരുന്നു, എന്തൊക്കെ കാര്യങ്ങൾ മോശപ്പെട്ടതാണ്, എന്തിലൊക്കെ പരാജയങ്ങൾ സംഭവിച്ചു എന്നുള്ള വിലയിരുത്തൽ. ഇതാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ഘടനയും അവ തമ്മിലെ ബന്ധവുമാണ് ഇവിടെ പഠിക്കുന്നത്. നിയമസഭ, കോടതി, ഇങ്ങനെയൊക്കെയുള്ള ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ ഘടനയെപ്പറ്റി, അതിൻ്റെ ബന്ധങ്ങളെപ്പറ്റി. അതിന് എക്സാമ്പിളാണ് ഒരു പഞ്ചായത്ത്. പഞ്ചായത്ത് എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്ഥാപനമാണ്. അവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവിടെയുള്ള സ്റ്റാഫ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് ജനപ്രതിനിധികളടുത്ത് പെരുമാറുന്നത്, അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച്. അഞ്ചാമത്തത് കമ്പാരിറ്റീവ് അപ്രോച്ചാണ്. ഇതാണ് അവസാനത്തത്, താരതമ്യ അപ്രോച്ച്, താരതമ്യ സമീപനം. വിവിധ രാജ്യങ്ങളിലെ ഭരണരീതികൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് വുഡ്രോ വിൽസൺ ആണ് തുടക്കം ഇട്ടത്. ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയാൻ, അമേരിക്കയിലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പും ഇന്ത്യയിലെ ആരോഗ്യ വകുപ്പും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇവരുടെ ഇതിലേതാണ് നല്ലത്, എന്തൊക്കെ രീതികളാണ് നല്ലത്, ഇങ്ങനെ മറ്റ് രാജ്യത്തതുമായിട്ട് നമ്മുടെ രാജ്യത്തെ കമ്പയർ ചെയ്യുക. ഇതാണ് കമ്പാരിറ്റീവ് അപ്രോച്ച്. ഇനി എക്കോളജിക്കൽ അപ്രോച്ചാണ്. ട്രഡീഷണൽ അപ്രോച്ച് കഴിഞ്ഞു, അതിൽ 5 പോയിന്റുകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എക്കോളജിക്കൽ അപ്രോച്ച്. ഒരു ഭരണ സംവിധാനം എന്നത് ഒറ്റയ്ക്കല്ല പ്രവർത്തിക്കുന്നത്, പകരം അത് ചുറ്റുമുള്ള സമൂഹവുമായിട്ടും രാഷ്ട്രീയവുമായിട്ടും സാമ്പത്തിക ചുറ്റുപാടുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എക്കോളജിക്കൽ അപ്രോച്ചിൽ പറയുന്നത്. ഇതിൻ്റെ വക്താവ് FW റിങ്സ് ആണ്.
ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വികസിത രാജ്യങ്ങളായ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു USA, അവിടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഫുള്ള് കാര്യങ്ങളും കമ്പ്യൂട്ടറിൽ അധിഷ്ഠിതമായിട്ട് നടക്കുന്നു. എന്നാൽ അവിടുത്തെ ഭരണരീതി അതാണെങ്കിലും ചില ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഇത് കറക്റ്റായിട്ട് എത്തിക്കാൻ പറ്റില്ല. കാരണം അവിടെ സാക്ഷരത കുറവായിരിക്കാം, അല്ലെങ്കിൽ വൈദ്യുതിയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ഒരു ഭരണരീതി അങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുത്തെ ചുറ്റുപാടുമായിട്ട് അത് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഭരണരീതി എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒന്നല്ല. അവിടുത്തെ ചുറ്റുപാടനുസരിച്ച് മാത്രമേ അതിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് പോകുമ്പോൾ അവിടെ എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അവിടേക്ക് വൈദ്യുതി എത്താത്തത് കൊണ്ട് തന്നെ കമ്പ്യൂട്ടറിൻ്റെ ചാർജിങ്ങോ മറ്റു കാര്യങ്ങളൊന്നും അവിടെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഭരണരീതി നമ്മൾ മാറ്റം വരുത്തേണ്ടി വരും. ഇതിനെയാണ് എക്കോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അടുത്തത് ഏറ്റവും അവസാനത്തതാണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പേജ് നമ്പർ 30. 1960കളിലാണ് ഇത് ഉണ്ടാകുന്നത്. അമേരിക്കയിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങളുടെ ഫലമായിട്ടാണ് ഈ ഒരു ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നിലവിൽ വന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് സാമൂഹ്യ നീതിയും മൂല്യങ്ങളും പ്രസക്തിയും ഒക്കെ തന്നെയാണ്. ഭരണം ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വെറും കാര്യക്ഷമത മാത്രമല്ല, പകരം സാമൂഹ്യ നീതിയും കൂടെ വേണം എന്നുള്ളത് ഈ ഒരു ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ വന്നതാണ്. എന്ന് വെച്ചാൽ ഭരണം ഉണ്ട്, അതെല്ലാവർക്കും തുല്യമാണ്, എങ്കിലും പാവപ്പെട്ടവർക്കൊരു കൈത്താങ്ങ് എന്നുള്ള രീതി കൂടെ ഉണ്ടായിരിക്കണം. ഉദ്യോഗസ്ഥർ പാവപ്പെട്ടവരോടൊക്കെ എങ്ങനെ അനുഭാവം കാണിക്കണം, അങ്ങനെ ഒരു കാര്യങ്ങൾ കൂടെ നിലവിൽ വന്നത് ഈ ഒരു ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ കൂടെയാണ്. ഒരു ഗവൺമെൻറ് പദ്ധതി നടപ്പിലാക്കുന്നതിനേക്കാൾ നടപ്പിലാക്കുമ്പോൾ എത്ര പണം കിട്ടും എന്നുള്ളതല്ല, പകരം അത് ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന എത്ര ജനങ്ങൾക്ക് ഗുണകരമായി എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഈ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നത്. മുൻപ് ഒരു ഭരണ രീതി അല്ലെങ്കിൽ ഒരു പദ്ധതി അവർ നടപ്പിലാക്കുന്നു, പക്ഷെ ഇപ്പോൾ ആ പദ്ധതി നടപ്പിലാക്കുന്നതിനോടൊപ്പം അവിടെ ലാഭത്തെ അല്ല അവർ നോക്കുന്നത്, പകരം എത്രമാത്രം ജനങ്ങൾക്ക് അത് ഗുണകരമായി എന്നുള്ളതാണ് അവർ നോക്കുന്നത്. ഇതാണ് ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ.